സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അൽ ഖസീം മദീന റോഡിൽ ഉഖ്ലത്ത് സുക്കൂറിന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് 3 പേർ മരണപ്പെട്ടു. ഒരാൾക്ക് പരിക്കേറ്റു. ചോളപ്പൊടിയുമായി വന്ന ട്രെയിലറിന് അടിയിൽപ്പെടുകയും ട്രെയിലർ നിയന്ത്രണം വിട്ട് മറിയുകയുമായിരുന്നു. ഹൈവേ പോലീസും ട്രാഫിക് പോലീസും സിവിൽ ഡിഫൻസും റെഡ് ക്രസന്റും നഗരസഭയും ഗതാഗത ലോജിസ്റ്റിക്സ് സർവീസ് മന്ത്രാലയ ശാഖയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കുവൈറ്റിലെ ഹവല്ലി ഗവർണറേറ്റിലെ ജാബ്രിയയിൽ 6 നിലയുള്ള റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് പൊളിക്കുന്നതിനിടെ തകർന്നു വീണു. ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള അനുമതിയോടെ പൊളിക്കൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കെട്ടിടം തകർന്ന് റോഡിലേക്ക് പതിച്ചത്. സൈറ്റിലുണ്ടായിരുന്ന 2 കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വിവരം ലഭിച്ചയുടൻ ഫയർഫോഴ്സ് ടീമുകൾ സംഭവസ്ഥലത്തെത്തി. അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സ്വിഫ്റ്റ്നർ നായ്ക്കളെ ഉപയോഗിച്ച് പരിശോധന നടത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥരും ആംബുലൻസ് ജീവനക്കാരും അഗ്നിശമന സേന അംഗങ്ങളും സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയത്. ബഹുനില കെട്ടിടം പൊളിക്കുമ്പോൾ ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാത്തതിന് എഞ്ചിനീയറിംഗ് ഓഫീസിനും പൊളിക്കുന്ന കരാർ കമ്പനിക്കുമെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി ഹവല്ലി മുനിസിപ്പാലിറ്റി ഡയറക്ടർ എഞ്ചിനീയർ ഹമൂദ് അൽ മുതൈരി അറിയിച്ചു. ഷാർജയിൽ സ്ത്രീകൾക്ക് മാത്രമായി ബീച്ച് പ്രഖ്യാപിച്ചു. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. ഖോർഫക്കാനിലെ ലുലുമിയ ബീച്ചിൽ 500 മീറ്റർ പ്രദേശമാണ് സ്ത്രീകളുടെ മാത്രമായി നിശ്ചയിച്ചത്. ഖോർഫക്കാൻ നഗരത്തിലെ അൽബർദി 6 അൽബത്ത പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന കാൽനടപാലം നിർമ്മിക്കാനും ഷാർജ ഭരണാധികാരി നിർദ്ദേശം നൽകി. ഒക്ടോബർ 1-ാം തീയതി മുതൽ ബഹ്റൈൻ, സൗദി, ഇന്ത്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ശ്രീലങ്കൻ യാത്രയ്ക്ക് വിസ ആവശ്യമില്ല. ശ്രീലങ്കയുടെ സൗന്ദര്യം ആസ്വദിക്കാനും രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനും സമ്പദ്വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമുള്ള ശ്രീലങ്കയുടെ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ തീരുമാനം. ബഹ്റൈൻ, സൗദി എന്നിവ കൂടാതെ മറ്റ് 33 രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കും ശ്രീലങ്കയിലെ 30 ദിവസത്തെ വിസാരഹിത താമസം ആസ്വദിക്കാനുള്ള സംവിധാനം മന്ത്രാലയം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഉള്ളി കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഒമാനിൽ ഉള്ളിവില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. നിലവിൽ 1 കിലോ ഉള്ളിക്ക് 475 പൈസ മുതൽ 490 പൈസ വരെയാണ് ഒമാൻ വില. ചില വ്യാപാര സ്ഥാപനങ്ങൾ ഓഫറിൽ കുറഞ്ഞ വിലയ്ക്ക് ഉള്ളി വിൽക്കാറുണ്ടെങ്കിലും അതൊന്നും ഇന്ത്യൻ ഉള്ളിയല്ല. പല കാരണങ്ങളാൽ കഴിഞ്ഞ ഡിസംബർ അവസാനം മുതൽ ഇന്ത്യൻ ഉള്ളിക്ക് കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയതോടെയാണ് ഒമാനിൽ ഉള്ളിയുടെ വില കുതിച്ചുയർന്നത്. ഇതോടെ ഒമാനിൽ ഇന്ത്യൻ ഉള്ളി കിട്ടാതാവുകയും മറ്റ് രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഉള്ളിവില കിലോയ്ക്ക് 700 പൈസയോളം എത്തുകയും ചെയ്തിരുന്നു. ഇത് സാധാരണ വിലയുടെ 3 ഇരട്ടിയായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യൻ ഉള്ളി കയറ്റുമതിക്കുള്ള നിരോധനം കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞതോടെ ഇന്ത്യൻ ഉള്ളി മാർക്കറ്റിൽ എത്തുമെന്നും വില കുറയുമെന്നും പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കയറ്റുമതി നിരോധനം എടുത്തുമാറ്റിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉള്ളിവില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ മുമ്പുള്ളതിന്റെ ഇരട്ടിയിലധികം വിലയാണ് ഇപ്പോൾ ഒമാൻ മാർക്കറ്റിലുള്ളത്. അതേസമയം ഉള്ളി കയറ്റുമതിക്ക് ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയ 40% കയറ്റുമതി നികുതിയാണ് ഉള്ളിവില കുറയാതിരിക്കാൻ പ്രധാന കാരണമെന്ന് ഒമാനിലെ ഇറക്കുമതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. അതോടൊപ്പം ഉള്ളിക്ക് നിശ്ചയിച്ച ടണ്ണിന് $550 എന്ന ചുരുങ്ങിയ വിലയും നിലവിലുണ്ട്. ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയ കയറ്റുമതി നികുതി കുറയ്ക്കാതെ ഉള്ളിവില കുറയാൻ സാധ്യതയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ്. 2-ാം സ്ഥാനത്താണ് ഇന്ത്യ. എന്നാൽ ഇന്ത്യൻ ഉള്ളി ഗുണനിലവാരത്തിൽ മികച്ചതായതിനാൽ മാർക്കറ്റിൽ ഏറ്റവും പ്രിയം ഇന്ത്യൻ ഉള്ളിക്കാണ്. ഗുണനിലവാരത്തിൽ 2-ാം സ്ഥാനം പാകിസ്ഥാനിൽ നിന്നുള്ള ഉള്ളിക്കാണ്. ഇന്ത്യൻ ഉള്ളിയുടെ കയറ്റുമതി നിരോധനം മറ്റ് രാജ്യങ്ങളിലെ ഉള്ളി കയറ്റുമതിക്കാർക്ക് അനുഗ്രഹമായിരുന്നു. പാകിസ്ഥാൻ, സുഡാൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഉള്ളിയാണ് അപ്പോൾ വിപണിയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ കയറ്റുമതി നിരോധനം ഏറ്റവും അനുകൂലമായത് പാകിസ്ഥാനാണ്. രാജ്യത്തേക്ക് അനധികൃതമായി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 35 പേരെ വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രക്കിലൂടെ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഇവരെ ഇബ്ര പോലീസ് യൂണിറ്റിന്റെ പ്രത്യേക സംഘത്തിന്റെ സഹകരണത്തോടെയാണ് പിടികൂടിയതെന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. ആഫ്രിക്കൻ വംശജരായ 35 പേരെയും ഇവരെ കടക്കാൻ സഹായിച്ചതിന് മറ്റ് 3 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ തുടരുകയാണ്.
രാജ്യത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെട്ടു. നോർത്ത് അൽ ഷർക്കിയ, അൽ ദാഖ്ലിയ, അൽ ദാഹിറ, അൽ ബുറൈമി ഗവർണറേറ്റുകളിൽ കനത്ത മഴയാണ് ലഭിച്ചത്. ഒമാന്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. ഉച്ച കഴിഞ്ഞതോടെ ആരംഭിച്ച കാറ്റും ആലിപ്പഴ വീഴ്ചയും ഈ പ്രദേശങ്ങളിൽ അപകടകരമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിച്ചത്. അൽ ഖാബൂറ ഇരട്ടപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായി ഗതാഗത മന്ത്രാലയം അറിയിച്ചു. റീസൈക്കിൾ ചെയ്ത റബ്ബർ ടയറുകൾ ഉപയോഗിച്ചുള്ള അസ്ഫാൽറ്റാണ് റോഡിന്റെ ടാറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുവഴി ഉപയോഗശൂന്യമായ ടയറുകൾ വഴിയുണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണം കുറയുന്നു. റോഡിലുണ്ടാകുന്ന വിള്ളൽ പോലുള്ള പ്രശ്നങ്ങൾക്കും ശക്തമായ പ്രതിരോധം തീർക്കാൻ അസ്ഫാൽറ്റ് മിശ്രിതത്തിന് സാധിക്കും. ഇതിലൂടെ റോഡിന്റെ ആയുസ്സ് കൂടുതൽ കാലം നീണ്ടു നിൽക്കാനും സഹായകമാകും. ചെങ്കടലിലെ പ്രതിസന്ധി കാരണം സലാല തുറമുഖത്ത് ചരക്ക് വരവിൽ കുറവ്. ഈ വർഷം ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ സലാല തുറമുഖത്തേക്കുള്ള കണ്ടെയ്നറിന്റെ വരവിൽ 16% കുറവുണ്ടായി. ചെങ്കടലിലുണ്ടായ പ്രതിസന്ധി മൂലം ചരക്ക് കപ്പലുകൾ വഴിമാറി യാത്ര ചെയ്തതാണ് പ്രധാന കാരണം. ഈ വർഷം ജൂൺ വരെ 1.679 ദശലക്ഷം 20 അടി സമാന അളവിലുള്ള കണ്ടെയ്നറുകളാണ് സലാല തുറമുഖത്തെത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1.999 ദശലക്ഷമായിരുന്നു. എന്നാൽ കണ്ടെയ്നർ ഷിപ്പിംഗ് മേഖലയിൽ തുറമുഖം വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും ഈ വർഷം ആദ്യ പകുതിയിൽ കാർഗോ സർവീസ് 4% വർദ്ധിച്ചു. ജിപ്സം കയറ്റുമതിയിലാണ് വലിയ വർധനവുണ്ടായത്. ഈ വർഷം ആദ്യ പകുതിയിൽ 11.655 ദശലക്ഷം ടൺ കാർഗോയാണ് തുറമുഖം വഴി കടന്നുപോയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.215 ദശലക്ഷം ടണ്ണായിരുന്നു കാർഗോ സർവീസ്. ചെങ്കടലിൽ നടക്കുന്ന സംഘർഷാവസ്ഥ തുടരുന്നത് ആഗോള കപ്പൽ പാതയെ പ്രതികൂലമായി ബാധിക്കും. പ്രധാനമായും ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള കപ്പൽ സർവീസിനെയാണ് ബാധിക്കുന്നതെന്നും സലാല തുറമുഖം പ്രതിനിധികൾ അറിയിച്ചു. കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ ആരംഭിച്ച കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം കപ്പൽ കടത്ത് ചെലവ് വർദ്ധിപ്പിക്കാനും കാരണമായിട്ടുണ്ട്. ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്നും ആപ്ലിക്കേഷനുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നവർ കൊറിയർ കമ്പനിക്ക് വ്യക്തിഗത വിവരങ്ങൾ നൽകണമെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് വിഭാഗം അറിയിച്ചു. ഷിപ്മെന്റ് ക്ലിയറൻസുകൾ വേഗത്തിലാക്കാനും ഡെലിവറിക്ക് കാലതാമസമുണ്ടാവാതിരിക്കാനുമാണ് ഇത്തരത്തിൽ വ്യക്തിഗത വിശദാംശങ്ങൾ നൽകാൻ നിർദ്ദേശിക്കുന്നതെന്നും കസ്റ്റംസ് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ കസ്റ്റംസ് ക്ലിയറൻസുകൾക്കും ഡെലിവറിക്കും ഇ-കൊമേഴ്സ് കമ്പനികൾ ഗുണഭോക്താക്കളോട് നിരന്തരമായി വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കുന്നതിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചപ്പോഴാണ് കസ്റ്റംസ് ഈ നിർദ്ദേശം ഉറപ്പാക്കിയത്. കൊറിയർ കമ്പനികൾ മുഖേന രാജ്യത്തേക്ക് വരുന്ന പാഴ്സലുകളുടെ എണ്ണത്തിൽ 60% വളർച്ചയാണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തിയത്. സൗത്ത് അൽ ഷർക്കിയ ഗവർണറേറ്റിലെ ജാലാൻ ബനി ബു ഹസൻ വിലായത്തിൽ കാർഷിക മത്സ്യബന്ധന മേഖലയിൽ വിപുലമായ പരിശോധനാ ക്യാമ്പയിനുമായി ഗവൺമെന്റ്. സുൽത്താനേറ്റ് ഒമാന്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കനുസൃതവുമായി കാർഷിക മത്സ്യബന്ധന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ഇത്തരം ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയുമാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം.